കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനവാക്യമാണ്. ഒരു കുടുംബത്തിൽ 2 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ചെറിയൊരു കാര്യത്തെ ചൊല്ലി അവർ തമ്മിൽ പിണങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും പരസ്പരം സംസാരിച്ചില്ല. ഒരേ വീട്ടിൽ താമസിച്ചിട്ടും അവരുടെ ഹൃദയങ്ങൾ അകലുകയായിരുന്നു. ഒരു ദിവസം ഇളയ സഹോദരൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അവൻ എന്നോട് ചെയ്ത തെറ്റ് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അമ്മ ശാന്തമായി പറഞ്ഞു, മകനെ, നീ ജയിക്കണമെങ്കിൽ അവനെ തോൽപ്പിക്കേണ്ടതില്ല. അവനെ വീണ്ടും സഹോദരനാക്കണം. ആ വാക്കുകൾ അവന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അവൻ ചേട്ടന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, നമ്മുടെ ഇടയിൽ സംഭവിച്ചതെല്ലാം മറക്കാം. നീ എന്റെ സഹോദരനാണ്. നമുക്ക് വീണ്ടും ഒരുമിച്ച് നടക്കാം. ചേട്ടന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചു. ചിലപ്പോൾ ഒരു ബന്ധം തകർക്കാൻ വലിയ കാര്യം വേണ്ട. എന്നാൽ അത് പുനഃസ്ഥാപിക്കുവാൻ ഒരു ചെറിയ സ്നേഹവാക്ക് മാത്രം മതി. വചന സന്ദേശം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീയും അവന് മാത്രമായിരിക്കുമ്പോൾ അവന്റെ തെറ്റ് ബോധ്യപ്പെടുത്തുക. യേശു നമ്മെ പഠിപ്പിക്കുന്നത് കുറ്റം കണ്ടെത്താനുള്ള വഴിയല്ല, സഹോദരനെ തിരികെ നേടാനുള്ള വഴിയാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ ഉടൻ മറ്റുള്ളവരോട് പറയുകയാണ് നമ്മുടെ സ്വഭാവം. എന്നാൽ യേശു പറയുന്നു, ആദ്യം അവന്റെ അടുത്തേക്ക് പോകുക, സ്നേഹത്തോടെ സംസാരിക്കുക. കാരണം ക്രിസ്തീയ തിരുത്തൽ എന്നത് ഒരാളെ അപമാനിക്കാനല്ല, അവനെ നഷ്ടപ്പെടാതിരിക്കാനാണ്. പിന്നീട് യേശു അതിലും മനോഹരമായ ഒരു വാഗ്ദാനം നൽകുന്നു. 2 പേർ ഭൂമിയിൽ ഒരുമിച്ച് എന്തെങ്കിലും അപേക്ഷിച്ചാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് അവർക്ക് നൽകും. അതിനുശേഷം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കും. അതായത് ഒരുമയുള്ള ഹൃദയത്തിലാണ് യേശുവിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവപ്പെടുന്നത്. ജീവിത സന്ദേശം. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഇടവകയിലും ചെറിയ തെറ്റിദ്ധാരണകൾ വലിയ അകൽച്ചകളായി മാറാറുണ്ട്. തെറ്റ് കണ്ടാൽ പിന്നിൽ സംസാരിക്കാതെ നേരിട്ട് സ്നേഹത്തോട് സംസാരിക്കുക. ക്ഷമ ചോദിക്കേണ്ടടുത്ത് അഹങ്കാരം ഉപേക്ഷിച്ച് ക്ഷമ ചോദിക്കുക. മറ്റൊരാൾ ക്ഷമ ചോദിച്ചാൽ പഴയ തെറ്റുകൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാതിരിക്കുക. പ്രാർത്ഥനയിൽ മാത്രം അല്ല, ബന്ധങ്ങളിലും സമാധാനം കൊണ്ടുവരിക. ഞാൻ ശരിയാണ് എന്നതിനേക്കാൾ നമ്മുടെ ബന്ധം നിലനിൽക്കണം എന്ന ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുക. ഒരു ബന്ധം തകരുമ്പോൾ ആരാണ് തെറ്റുകാരൻ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ അതെങ്ങനെ വീണ്ടും കൂട്ടിയിണക്കാം എന്ന് അന്വേഷിക്കുന്നതാണ് ക്രിസ്തുവിന്റെ വഴി. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പിണക്കവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ അത് നീക്കണമേ. തെറ്റ് ചെയ്തവരെ സ്നേഹത്തോടെ തിരുത്തുവാനും ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാനും കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഇടവകയിലും ഒരുമയും സമാധാനവും സ്നേഹവും നിറയണമേ. 2-3 പേർ നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നീ ഞങ്ങളുടെ മധ്യേ ഉണ്ടാകുമെന്ന വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.